ഒരു അത്യാവശ്യ ഘട്ടത്തിൽ സിനിമ കയറ്റാൻ ശ്രമിക്കുന്ന സമയത്ത്, ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, ഒരു ആപ്ലിക്കേഷനോ ഗെയിമോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തൊക്കെ ഫോണിൽ മെമ്മറി സ്പേസ് ഇല്ലാത്തൊരവസ്ഥ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ചെയ്യാറ് ഫോണിലുള്ള ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യും, ഫോട്ടോ വീഡിയോ ഒക്കെ കളയും. അങ്ങനെ കളഞ്ഞ് ഒരുവിധം വേണ്ടാത്ത ഫയലൊക്കെ നിങ്ങൾ കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയും മെമ്മറി ആവശ്യം വരുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ നിന്ന് തന്നെ കളയേണ്ടി വരും. ഇങ്ങനെ വലിയൊരു മെമ്മറി സ്പേസ് ആവശ്യമുള്ള ഘട്ടത്തിൽ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോയോ വീഡിയോ കളയാതെ, ആപ്ലിക്കേഷനൊന്നും അൺഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ വലിയൊരു മെമ്മറി സ്പേസ് നമുക്കുണ്ടാക്കാൻ സാധിക്കും. അതിനുള്ള ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നൊരു ട്രിക്കാണ്. അത് എന്തുകൊണ്ടാണെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഫോണിൽ വലിയൊരു GB മെമ്മറി സ്പേസ് കിട്ടണമെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗ്ഗം നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന ആപ്ലിക്കേഷനെ പിഴിയുക എന്നുള്ളതാണ്. ആപ്ലിക്കേഷനെ വെറുതെ പിടിച്ച് പിഴിഞ്ഞാൽ പോരാ, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളാണ്. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ഫോട്ടോ റൂം, പവർ ഡയറക്ടർ. ഇതുപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാവല്ലോ, അതൊക്കെയാണ് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ ഫോണിലെ വീഡിയോ എഡിറ്ററായ പവർ ഡയറക്ടറാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അത് പ്രസ് ചെയ്ത് പിടിക്കുന്നു, എന്നിട്ട് ആപ്പ് ഇൻഫോ എടുക്കുന്നു. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ പോയാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അല്പം താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ആപ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. ആപ്സ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ആപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ചില ഫോണിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതിനകത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും ഉണ്ടാവും. ഓക്കെ, ഞാൻ പവർ ഡയറക്ടർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റോറേജ് യൂസ്ഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അവിടെ നിങ്ങൾക്ക് കാണാം 2.71 GB എൻ്റെ ഈ പവർ ഡയറക്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. ചില ഫോണിൽ ഈ ഓപ്ഷൻ ചെറിയ മാറ്റം ഉണ്ടാകുന്നേ ഉള്ളൂ. ഇതിനകത്ത് ചുവന്ന നിറത്തിൽ 2 ഓപ്ഷൻ കാണാം. ഒന്ന് ക്ലിയർ ഡാറ്റ, മറ്റൊന്ന് ക്ലിയർ ക്യാഷെ. സാംസങ് ഫോണിലൊക്കെ ആണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും, അവർക്ക് എല്ലാം വൈറ്റ് നിറത്തിൽ തന്നെ ഉണ്ടാവും. എങ്കിലും ക്ലിയർ ക്യാഷയും ഡാറ്റയും തന്നെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാകുക. അപ്പോൾ ഇതിലെ ആദ്യത്തെ ക്ലിയർ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വലിയൊരു GB തന്നെ മെമ്മറി സ്പേസ് നമുക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്തെന്നാൽ, നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ക്ലിയർ ഡാറ്റ ചെയ്ത ആപ്ലിക്കേഷൻ്റെ മുഴുവൻ ഡാറ്റയും നഷ്ടപ്പെടുന്നതാണ്. അതായത് ഒരു പുതിയ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾ എന്തൊക്കെ പെർമിഷൻ കൊടുത്തിട്ട് ഓപ്പൺ ആക്കണം, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഇനി ഉപയോഗിക്കുന്ന സമയത്ത് പെർമിഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡാറ്റയും ആവശ്യമില്ലെങ്കിൽ മാത്രമേ അത് ക്ലിയർ ഡാറ്റ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ഡാറ്റ കൊടുത്താൽ കുഴപ്പമില്ലെങ്കിൽ മാത്രം ക്ലിയർ ഡാറ്റ കൊടുക്കുക. ഡാറ്റ ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ ക്ലിയർ ക്യാഷെ മാത്രം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു MB, എൻ്റെ തന്നെ നിങ്ങൾക്ക് കാണാം 367 MB മാത്രമേ എനിക്ക് ക്യാഷെ ക്ലിയർ ചെയ്യുന്നത് കൊണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻ്റെയും ക്യാഷെ ക്ലിയർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു GB മെമ്മറി കിട്ടും. എന്നാലും ഞാൻ ആദ്യം ക്ലിയർ ക്യാഷെ കൊടുക്കാം. ക്ലിയർ ക്യാഷെ കൊടുക്കുകയാണ്. ഇപ്പോൾ കാണാം എന്നാലും 2.5 GB എൻ്റെ പവർ ഡയറക്ടർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വലിയൊരു GB കിട്ടണമെങ്കിൽ ഈ ക്ലിയർ ഡാറ്റ കൊടുത്തേ മതിയാവും. അപ്പോൾ ഞാൻ ക്ലിയർ ഡാറ്റ കൊടുക്കുകയാണ്. അല്പസമയം നിങ്ങളൊന്ന് കാത്തിരിക്കണം. ഇപ്പം കാണാം നിങ്ങൾക്ക് എൻ്റെ പവർ ഡയറക്ടർ വെറും 311 MB ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതായത് 1.8 GB അടുത്ത് ഈ ഒരൊറ്റ ആപ്ലിക്കേഷനിൽ നിന്ന് മാത്രം എനിക്ക് മെമ്മറി സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമതായി തിരഞ്ഞെടുക്കേണ്ടത് ക്ലിയർ ഡാറ്റ കൊടുത്താലും യാതൊരു കുഴപ്പവുമില്ലാത്ത ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലുണ്ട്. അതിലൊന്നാണ് യൂട്യൂബ്. ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൻ്റെ ഓപ്ഷൻ കാണിച്ചു തരാം. ഞാൻ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആപ്പ് ഇൻഫോയിൽ പോയിട്ട് യൂട്യൂബിൻ്റെ ഡാറ്റ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. ഓൾറെഡി യൂട്യൂബ് 4.41 GB, അതായത് 1.5 GB എൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ക്ലിയർ ഡാറ്റ ഞാൻ കൊടുക്കുകയാണ്. ക്ലിയർ ഡാറ്റ കൊടുത്ത് അല്പനേരം കാത്തിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 144 MB ആയിട്ട് എൻ്റെ യൂട്യൂബ് ചുരുങ്ങിയിട്ടുണ്ട്. അതായത് എനിക്ക് 1 GB അടുത്ത് യൂട്യൂബിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ ഒന്നും തന്നെ യൂട്യൂബിൽ നിന്ന് നഷ്ടപ്പെടാനില്ല. ആദ്യം ഓപ്പൺ ചെയ്യുന്നത് പോലെ പെർമിഷനും കാര്യങ്ങളും കൊടുക്കണമെന്നേ ഉള്ളൂ. എൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ മെയിലുള്ളത് കൊണ്ട് അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മെയിൽ സൈൻ ഇൻ ആകുന്നതാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫേസ്ബുക്ക് ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂസർ ID, പാസ്വേഡൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഫേസ്ബുക്കൊക്കെ ക്യാഷെ മാത്രം ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഗൂഗിൾ ക്രോം. നിങ്ങൾക്ക് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിലും ക്യാഷെ മാത്രമേ ക്ലിയർ ചെയ്യാൻ പാടുള്ളൂ, ഡാറ്റ ക്ലിയർ ചെയ്യാൻ പാടില്ല. അല്ലാത്തതൊക്കെ നിങ്ങൾക്ക് ഡാറ്റ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇത് താൽക്കാലിക മെമ്മറി ആണെന്ന്. അതായത് നിങ്ങൾ വീണ്ടും ഇത്തരം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷനൊക്കെ വീണ്ടും ഡാറ്റയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മെമ്മറി കുറഞ്ഞു
കുറഞ്ഞ് വരും. അപ്പോൾ വീണ്ടും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മെമ്മറി സ്പേസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു താൽക്കാലിക മെമ്മറി മാത്രമാണ്, എങ്കിലും നമുക്കൊരു അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരാം. അതുവരേക്കും ഗുഡ് ബൈ.